സോ ഹലോ പീപ്പിൾ, നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബ്ലോഗുകളല്ല, BLOCKS. സോ അതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ടിപ്പിക്കൽ ഫോൾഡർ എടുക്കുന്നു, ടെർമിനൽ ഓപ്പൺ ആക്കുന്നു, കോഡ് ഡോട്ട് കൊടുക്കുന്നു, VS കോഡ് ഓപ്പൺ ആവുന്നു. യെസ്. സോ ഇത്രയും സ്റ്റെപ്സ് ആർ സിമിലർ. ബാക്കി നമ്മുടെ പ്രോഗ്രാംസ് അതുപോലെ ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ക്ലോസ് ചെയ്യാം. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്ക് ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാം. സോ ബ്ലോക്സ് ഓൾറെഡി നമ്മൾ ബ്ലോക്സിനെ കുറച്ച് ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയെന്ന് അറിയാമോ? ലൈക്ക് നമ്മുടെ മുന്നത്തെ പ്രോഗ്രാമിന് എല്ലാത്തിനകത്തും, മോസ്റ്റ്ലി എല്ലാത്തിനകത്തും ഈ ഒരു കേർലി ബ്രാക്കറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താ പറയുക കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലേ. സോ അല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ കേർലി ബ്രാക്കറ്റിനെ കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ ഫയൽ ഇവിടെയാ. സോ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് BLOCKS. സോ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ബ്ലോക്സ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ തന്നെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്ലോക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കിപ്പോൾ ലെറ്റ് എമൗണ്ട് ഈക്വൽ നമ്മുടെ ഫോണിൻ്റെ എക്സാമ്പിളിൻ്റെ എമൗണ്ട് ആണ് ഇത്. സോ ഇത്രയാണ് എമൗണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് വെറുതെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിടാം. ഇതിനകത്ത് എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു 2 ഒന്നും കൊടുക്കാം. നമുക്ക് ആ സാധനത്തിന് ഒന്ന് ലോഗിൻ ചെയ്യാം. സോ ഇത് റണ്ണാവും. കാരണം ഇവിടെ പ്രത്യേകിച്ചിലേക്ക് റണ്ണാവാതിരിക്കാൻ വേണ്ടി ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ അതിപ്പോൾ റൺ ചെയ്താൽ റണ്ണാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ അൺനെസസറിലിയാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അതില്ലെങ്കിലും ഈ ഒരു സംഭവം മര്യാദയ്ക്ക് റണ്ണാവും. സോ നമുക്കിതൊന്ന് മാറ്റിയിട്ടൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ അത് റണ്ണാവും. സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്സ് ആർ ആക്ച്വലി ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ ഒരു കേർലി ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ത്രൂ ഔട്ട് ദ കോഡ് കാണും. പക്ഷേ അത് സ്കാറ്റേർഡ് ആയിരിക്കും. ഇതിനകത്ത് ഏതൊക്കെയാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അല്ലേ. സോ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഇതൊരു സ്പെസിഫിക് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ടാൽ എനിക്ക് ഇതിനകത്ത് ആരൊക്കെയാണ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗ്രൂപ്പാണ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ ഇതും ഈ രണ്ട് സാധനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗ്രൂപ്പാണെന്ന് പറയാനുള്ള ഏക കാരണം ഈസിലേക്ക് അവർ രണ്ടുപേരും ഒരു കേർലി ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്താ പറയുന്നത് ഒരു പെട്ടിക്കകത്ത് രണ്ട് സാധനം ഇട്ട് വെക്കത്തില്ല. സോ ആ ഒരു രീതിയിൽ വെച്ചേക്കെന്ന് പറഞ്ഞാൽ അതിനെ ഞാനൊരു ഗ്രൂപ്പായിട്ട് ആണെന്ന് പറഞ്ഞു. സോ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്ച്വലി കോൾഡ് ബ്ലോക്സ് ആൻഡ് ബ്ലോക്സ് ആർ യൂഷ്വലി എൻക്ലോസ്ഡ് വിത്തിൻ കേർലി ബ്രാക്കറ്റ്. സോ അതാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലോക്കുകളെ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ കാണപ്പെടാറില്ല. യൂഷ്വലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇപ്പോൾ നമ്മൾ കണ്ടത് വെറും സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതൊരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഓൾറെഡി പ്രോഗ്രാമിംഗ് അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. ലൈക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏറ്റവും സിമ്പിളും എളുപ്പമായിട്ട് വരുന്ന ഒരാളാണ് ഇഫ് എന്ന് പറയുന്നത്. സോ ഇഫ് ട്രൂ, ഞാനിപ്പോൾ വെറുതെ ട്രൂ എന്ന് കൊടുക്കുകയാണ്. സോ ഇഫ് ട്രൂ ദെൻ ഡു ദിസ്. ഇതിപ്പോൾ നേരത്തെ ഇപ്പോഴും വീണ്ടും ഒരേ ഫങ്ഷനാലിറ്റി ആയിരിക്കും സംഭവിക്കുന്നത്. ഞാൻ സൂം ചെയ്തപ്പോഴത്തേക്ക് ടെർമിനൽ കുറച്ച് പോയതാ. നേരത്തെ ഇപ്പോഴും ഒരേ കാര്യം തന്നെ സംഭവിക്കുന്നത്. സോ ഈ ഇഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് ഈ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന സാധനം ട്രൂ ആണെങ്കിൽ അകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ അതാണ് ബേസിക്കലി ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ട്രൂ ആയിരിക്കത്തില്ല കൊടുക്കുന്നത്, പകരം ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ എക്സ്പ്രഷൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കണ്ടീഷണലായിട്ട് നമ്മൾ ട്രൂ ഓർ ഫോൾസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, ലൈക്ക് ഇപ്പോൾ എനിക്കിവിടെ ഒരു കണ്ടീഷൻ എഴുതണേൽ എമൗണ്ട് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ മാത്രം ഇത് റൺ ചെയ്താൽ മതി എന്നാണ് ഞാനിവിടെ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഇത് എപ്പോഴും ഒരു ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. കാരണം എമൗണ്ട് 100ന് മേലെയാണോ അല്ലയോ എന്നുള്ളത് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ വാല്യൂ എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. നമ്മൾ ഇനി ഇത് റൺ ചെയ്താൽ ഒന്നും വരത്തില്ല. അതിന് കാരണം എന്താണ്, ഇവിടെ 99.99 ഗ്രേറ്റർ ദാൻ 100 അല്ല, അതുകൊണ്ട് റൺ ആവത്തില്ല. ഇനി ഞാൻ ലെസ് ഇട്ടാലോ അത് റണ്ണാവും. സോ അതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബ്ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച സാധനം. പിന്നെ അതിൻ്റെ റെലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ ഇടാറില്ല ആരും. ഞാൻ ഇതുവരെ വളരെ റെയർ ഇട്ടിട്ടില്ല. സോ അത് നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമല്ല, ഫങ്ഷൻസിൻ്റെ അകത്തും നമ്മൾ ഈ ഒരു ബ്ലോക്കിങ്ങിൻ്റെ ഒരു സാധനം വരും. പിന്നെ സ്കോപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചുകൂടെ ബ്രോഡർ അല്ലെങ്കിൽ ഡീപ്പായിട്ട് കുറച്ചുകൂടെ അർത്ഥങ്ങൾ വരും. സോ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ബ്ലോക്സ് എന്താണെന്നാണ് കവർ ചെയ്ത് നിർത്തിയത്. പിന്നെ ചെറിയൊരു കണ്ടീഷണൽസിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും. സോ അടുത്ത വീഡിയോ നമുക്ക് കണ്ടീഷൻസ് എന്താണെന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട്